കാർഷിക മേഖലയ്ക്ക് ഏറെ പ്രതീക്ഷ നൽകിയ റംബുട്ടാന്റെ കുത്തനെയുള്ള വിലയിടിവ് കർഷകരെ നിരാശയിലാക്കുന്നു. സൂപ്പർമാർക്കറ്റുകളിൽ 350 രൂപ വിലയുള്ള റംബൂട്ടാൻ പഴങ്ങൾക്ക് കർഷകർക്ക് ലഭിക്കുന്നത് വെറും 60 രൂപ മാത്രമാണ്. റംബൂട്ടാന്റെ വിലയിടിക്കാൻ ബോധപൂർവമായ പ്രവർത്തനങ്ങൾ നടക്കുന്നതായാണ് കർഷകരുടെ പരാതി. കേരളത്തിൽ എവിടെയും കാണുന്നത് ചുവന്നു തുടുത്ത പഴങ്ങൾ കൊണ്ട് കനം തൂങ്ങിയ റംബുട്ടാൻ തോട്ടങ്ങളാണ്. വ്യാപകമായ റബ്ബർ തോട്ടങ്ങൾ വെട്ടിമാറ്റി പകരം കൃഷി ചെയ്ത റംബുട്ടാൻ കർഷകർ ഇപ്പോൾ നിരാശയാണ് സമ്മാനിക്കുന്നത്. മുൻപ് 250 രൂപയ്ക്ക് മേൽ വില ലഭിച്ചിരുന്ന റംബുട്ടാൻ പഴങ്ങൾ വാങ്ങാൻ പോലും ഇപ്പോൾ കച്ചവടക്കാർ എത്തുന്നില്ല. ശരാശരി 60 രൂപ മാത്രമാണ് വില ലഭിക്കുന്നത്. ഈ വിലയ്ക്ക് പോലും വാങ്ങാൻ ആളില്ലാത്തതിൻ്റെ നിരാശയിലാണ് കർഷകർ. ഉൽപാദന വർധനയും പ്രതികൂല കാലാവസ്ഥയും വിനയായതായി കർഷകർ പറയുന്നു. കഴിഞ്ഞ 6-7 കൊല്ലങ്ങൾക്കിടയിൽ ആയിരക്കണക്കിന് ഹെക്ടർ സ്ഥലത്താണ് തോട്ടങ്ങൾ വ്യാപിച്ചത്. രുചിയും ഗുണവും ഒരുപോലെ ഒത്തിണങ്ങിയ പഴവർഗ്ഗമാണെങ്കിൽ പോലും വിദൂര നഗരങ്ങളിൽ എത്തിച്ചു നൽകാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. പഴുത്ത കായകൾ മരങ്ങളിൽ ഏറെക്കാലം നിലനിൽക്കുമെങ്കിലും വിളവെടുത്താൽ 3-4 ദിവസങ്ങൾക്കുള്ളിൽ കേടുവരാൻ തുടങ്ങും. ആഭ്യന്തര ഉപയോഗത്തിനും തമിഴ്നാട്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ സമീപ നഗരങ്ങളിൽ വിൽക്കുന്നതിനുമാണ് കച്ചവടക്കാർ പഴങ്ങൾ ശേഖരിക്കുന്നത്. ഉത്തരേന്ത്യയിലെ വൻ നഗരങ്ങളിലേക്ക് കോൾഡ് സ്റ്റോറേജ് സൗകര്യമുള്ള വാഹനങ്ങളിൽ എത്തിച്ചാൽ ഒരു പരിധിവരെ പഴങ്ങൾ സംരക്ഷിക്കാൻ കഴിയും. ഇത്തരത്തിലുള്ള നീക്കങ്ങളൊന്നും ഇതുവരെ ആരംഭിച്ചിട്ടുമില്ല. മുൻപ് പഴം പച്ചക്കറികൾ ശേഖരിച്ചിരുന്ന ഹോർട്ടികോർപ്പും പഴങ്ങൾ ശേഖരിക്കാൻ രംഗത്ത് വന്നിട്ടില്ല. മുൻകാലങ്ങളിൽ വ്യാപാരികൾ തന്നെയാണ് പഴങ്ങൾ പക്ഷികളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനു വേണ്ടി മരങ്ങൾ വലയിട്ട് മൂടിയിരുന്നത്. ഈ കൊല്ലം മരങ്ങൾ വലയിട്ട് സംരക്ഷിക്കുന്നതിന് വ്യാപാരികൾ എത്തിയിട്ടില്ലെന്നും കർഷകർ പറയുന്നു. ട്രോപ്പിക് കാലാവസ്ഥയിൽ മാത്രം വളരുന്ന സസ്യങ്ങളാണ് റംബുട്ടാൻ. ഈ സാധ്യത പ്രയോജനപ്പെടുത്തി വിപണി കണ്ടെത്താൻ വേണ്ട നീക്കങ്ങളൊന്നും ഒരു മേഖലയിലും ആരംഭിച്ചിട്ടില്ല. രാജ്യാന്തര വിപണിയിൽ ഉയർന്ന വിലയുള്ള റംബുട്ടാൻ സിറപ്പ് എന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നം പഴങ്ങളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുമെങ്കിലും അത്തരത്തിലുള്ള ഏതെങ്കിലും നീക്കങ്ങൾ ഇതുവരെ ആരംഭിച്ചിട്ടില്ല. റബ്ബറിന് ശേഷം കർഷകർക്ക് ഏറെ പ്രതീക്ഷ നൽകുന്ന റംബുട്ടാൻ കൃഷിയെ സംരക്ഷിക്കാൻ സർക്കാർ ഇടപെടണമെന്നും കർഷകനും സാമൂഹ്യ പ്രവർത്തകനുമായ ടോമി ചെറുകാട്ട് ആവശ്യപ്പെട്ടു. ഈ റബ്ബർ കൃഷിയും മറ്റു കൃഷികളെല്ലാം ഭയങ്കര നഷ്ടത്തിൽ വന്നതിന് ശേഷം, കാരണം റബ്ബറിൻ്റെ വില ഇടിഞ്ഞു, തന്നെയല്ല ടാപ്പിങ്ങിന് തൊഴിലാളികളെ കിട്ടാതായി. അങ്ങനെ റബ്ബർ നമുക്കൊരു രീതിയിലും മുതലാകാത്തൊരവസ്ഥ വന്നപ്പോഴാണ് റബ്ബർ കൃഷി നമ്മൾ ഒഴിവാക്കി റംബുട്ടാൻ കൃഷി തുടങ്ങിയത്. റംബുട്ടാൻ കൃഷി തുടങ്ങി നമ്മൾ അതിലെല്ലാം വിളവെടുപ്പിൻ്റെ സമയമായപ്പോഴത്തേക്കും അതിൻ്റെ വില കുത്തനെ ഇടിയുന്ന ഒരവസ്ഥ വന്നു. കാരണം ഇത് പല ലോബികളും ഇതിനകത്ത് പ്രവർത്തിക്കുന്നതായിട്ടാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. നമ്മുടെ റംബുട്ടാൻ്റെ വിളവെടുപ്പിൻ്റെ ഒരു സമയമാകുമ്പോഴത്തേക്കും എവിടെയെങ്കിലും ഒരു നിപ്പയുടെ ഒരു പ്രശ്നം വരുന്നു. അപ്പോൾ അതിൻ്റെ വാവല് കടിച്ച ഫ്രൂട്ട്സ് എന്നുള്ള രീതിയിൽ റംബുട്ടാൻ്റെ വില ഇടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ വലയിട്ടും എല്ലാം സംരക്ഷിക്കുന്ന ഒരു കൃഷിയാണ് റംബുട്ടാൻ കൃഷി. റംബുട്ടാനിൽ ഒരിക്കലും മറ്റു കീടങ്ങളോ പക്ഷികളോ വാവലുകളോ ഒന്നും വന്ന് അതിനെ ശല്യം ചെയ്യുന്നില്ല. കാരണം നമ്മൾ വലയിട്ട് ഇതിനെ സംരക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നിപ്പയുടെ ഒരു പ്രശ്നം റംബുട്ടാൻ വഴി ഒരിക്കലും ഉണ്ടാകാൻ സാധ്യതയില്ല. സർക്കാർ പുതിയ സംരംഭം തുടങ്ങും എന്ന് പറഞ്ഞതിനകത്ത് നമ്മുടെ റംബുട്ടാന് പ്രത്യേക മുൻഗണന നൽകി അത് സംരക്ഷിക്കേണ്ടതും, അതുപോലെ ഹോർട്ടികോർപ്പ് വഴി ഇത് കളക്ട് ചെയ്ത് വിവിധ മാർക്കറ്റുകളിൽ എത്തിക്കുന്നതിനും ഉള്ള സൗകര്യം സർക്കാർ തന്നെ മുൻകൈയെടുത്ത് ചെയ്യേണ്ടതാണ്. കൃഷി ഇത്രയേറെ വ്യാപിച്ചെങ്കിലും കൃഷിവകുപ്പിൻ്റെ പരിഗണനയിൽ ഇതുവരെ എത്താത്ത പഴവർഗ്ഗമാണ് റംബുട്ടാൻ. എറണാകുളത്തെ വൻകിട സൂപ്പർമാർക്കറ്റുകളിൽ 350 രൂപയ്ക്ക് പഴങ്ങൾ വിൽക്കുമ്പോൾ കർഷകർക്ക് കേവലം 60 രൂപ മാത്രമാണ് ലഭിക്കുന്നത് എന്നുള്ള കാര്യം പരിശോധിക്കപ്പെടേണ്ടതാണ്. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.